എല്ലാവർക്കും ഒരു സെലിബ്രിറ്റീനെയോ ഒരു വലിയ ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരുപാട് ബ്രാൻഡ് എങ്ങനെ ഒരുപാട് ഇപ്പം സെലിബ്രിറ്റീനെ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരുപാട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഷാൻ്റെ ഷോയിലേക്ക് വന്നു. നാളെ ഒരു ദിവസം നമ്മുടെ റിലയൻസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അംബാനി ഇവിടേക്ക് വരികയാണ്, ഈ ഷോയിലേക്ക് വരികയാണ്. ഇകോം ഷോയുടെ മൈലേജ് എവിടം വരെ എത്തുന്നത്? നാഷണൽ ലെവലിലേക്ക് ഇകോം ഷോയുടെ അഫിനിറ്റി എത്തുകയാണ്. എൻ്റെ ബ്രാൻഡ്, ഞാനൊരു ബ്രാൻഡ് ഓണറാണ്. എൻ്റെ ബ്രാൻഡ് ഓണറിനെ എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കോമ്പറ്റീറ്ററിനെ തന്നെ ഞാൻ പറയാം, എൻ്റെ ഒരു കോമ്പറ്റീറ്ററിനെ തന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു കമ്പനി ടൂറിനോ അല്ലെങ്കിൽ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളെ എൻ്റെ വീഡിയോ കണ്ടൻസിൽ ഞാൻ കൊണ്ടുവരികയും അവരുടെ അനുഭവങ്ങൾ, എൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയുന്ന കണ്ടൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ കമ്പനീനെ അവരുടെ അനുഭവങ്ങൾ എൻഡോഴ്സ് ചെയ്യിപ്പിക്കുക. അത്തരത്തിൽ വീഡിയോ കണ്ടൻസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്രാൻഡ് ഡെഫിനിറ്റി ബിൽഡ് ചെയ്യാൻ. നമ്മുടെ വെബ്സൈറ്റ് മുതൽ തുടങ്ങണം നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ടെസ്റ്റിമോണിയൽസ്. നമ്മുടെ വെബ്സൈറ്റിൽ ടെസ്റ്റിമോണിയൽസ് വെക്കുന്നത് എന്തിനാണ്? ഒരാളുടെ ഫീഡ്ബാക്ക് വെക്കുന്നത് എന്തിനാണ്? ആ ഒരു സോഷ്യൽ പ്രൂഫിന് വേണ്ടിയിട്ടല്ലേ. അപ്പം അവിടെ മുതൽ ഈ പറയുന്ന അഫിനിറ്റി ബിൽഡിങ്, ഈ അഫിനിറ്റി ബിൽഡിങ്ങും SEO പോലെ ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഒരുത്തനെയും അങ്ങനെ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. പക്ഷെ പെടുമ്പോൾ നല്ല രീതിയിൽ അന്തസ്സായിട്ട് പോയി പെടുകയും ചെയ്യും അല്ലേ. നമ്മൾ 6 കോടി രൂപയുടെ തട്ടിപ്പ്, 7 കോടി രൂപയുടെ തട്ടിപ്പ് എന്നൊക്കെ വ്യാജ ട്രേഡിംഗ് ആപ്പ് എന്നൊക്കെ കാണാറില്ലേ. അത് ആൾക്കാർ പെട്ടെന്ന് കാശ് ഉണ്ടാക്കണ അങ്ങനെ സംഭവമല്ല, അത് വേറെ. യെസ്. അപ്പോൾ ഈ ട്രസ്റ്റ് ബിൽഡിങ് ഞാൻ പറഞ്ഞ ഈ സെലിബ്രിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ഈസിയായി കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു 700 കോഴ്സിൽ നിന്നൊരു 150-120 കൊണ്ടുവരാൻ സാധിച്ചത് അവിടെ അവർ ആ ഒരു ബ്രാൻഡിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് അല്ലേ. അതേ ഓക്കെ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ട്രസ്റ്റബിൾ ആണ്, നമ്മുടെ പുള്ളിക്കാരൻ വന്ന് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലൊരു സാധനം കിട്ടി. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഇരുന്നത്, ഗോഡാഡിയുടെ ഒരു പരസ്യം ദിവാലിയൊക്കെ ആണല്ലോ. അപ്പം ദിവാലിയുടെ സമയത്ത് ഒരു ഗോഡാഡിയുടെ ആഡ് കാണുകയാണ്. അതുപോലെ തന്നെ XYZ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആഡും ആര് കാണുകയാണ്? ഷാൻ കാണാൻ. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഷോപ്പിഫൈയും പിന്നെ XYZ ആക്കാം. ഓക്കെ, ഷോപ്പിഫൈ ആഡ് കാണാണ്, ഷോപ്പിഫൈയും XYZ. അപ്പം ഷോപ്പിഫൈയുടെ ദിവാലി ഓഫറായിട്ട് ഒരു 20% ഡിസ്കൗണ്ട്, എന്തെങ്കിലും ഒരു ഫർദർ എന്താ പറയുക, ഒരു എന്തെങ്കിലും നിങ്ങളുടെ എനിക്കറിയില്ല ഷോപ്പിഫൈയുടെ ഉള്ളിൽ അധികം കാര്യങ്ങൾ, പ്ലഗിൻ പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇയർലി പ്ലാൻ എടുക്കുന്ന കാര്യത്തിലോ. അപ്പോൾ 20% ഡിസ്കൗണ്ടും XYZും ഇതേ സെയിം 20% ഡിസ്കൗണ്ടും. അവർക്ക് അവരുടെ ഷോപ്പിഫൈയുടെ ഒരു കസ്റ്റം ഐഡൻറ്റിറ്റി കളറായിട്ടുള്ള ഒരു ഗ്രീൻ വൈറ്റ് ഉള്ള കോമ്പിനേഷനുള്ള ഒരു നോർമൽ ക്രിയേറ്റീവും, XYZൻ്റെ വളരെ ദിവാലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്രിയേറ്റീവും, രണ്ടായിരം ഷാന് കാണിക്കുകയാണ്. ഷാൻ ആ 20% ഡിസ്കൗണ്ട് എവിടെ നിന്ന് അവൈൽ ചെയ്യും? ഉറപ്പായിട്ടും ഷോപ്പിഫൈനെ അറിയാം. അത്രത്തോളം. അതെ, ഷാൻ്റെ സൈറ്റും ഏകദേശം മജന്തോ ആണോ ഷോപ്പിഫൈ ആണോ? ഷോപ്പിഫൈ ആണ് നമ്മൾ നോർമലി ചെയ്യാം. യെസ്. അപ്പോൾ XYZ അൺഅവെയർഡ് ആണ് ഷാൻ. പക്ഷെ അതേസമയം വേറെ പല പ്ലാറ്റ്ഫോമിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏതോ സോഴ്സിൽ നിന്ന് യു കെയിം ടു നോ ദാറ്റ് XYZ ഈസ് ബാക്ക്ഡ് ബൈ മഹേന്ദ്ര സിംഗ് ധോണി, സച്ചിൻ ടെണ്ടുൽക്കർ. ആ ഒരു ബ്രാൻഡ് അംബാസഡർ XYZ.com ആണ്. മാർക്കറ്റിലേക്ക് പുതിയൊരു പ്ലെയർ ആണ് XYZ. വീണ്ടും ഒരു ക്രിയേറ്റീവ് വിത്ത് സച്ചിൻ ഓർ മഹേന്ദ്ര സിംഗ് ധോണി, അല്ലെങ്കിൽ കോഹ്ലി ഫാൻസിന് വിഷമമാവും, കോഹ്ലി ആരെങ്കിലും ആയിക്കോട്ടെ, അവർ എൻഡോസ് ചെയ്തൊരു ക്യാമ്പയിൻ കാണുകയാണ്. ഞാൻ വീണ്ടും ഷോപ്പിഫൈയുടെ ആഡും ഈ XYZ ആഡും ഷാനെ കാണിക്കുകയാണ്. കൺസിഡറേഷൻ ഉണ്ടാവും അല്ലേ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു വട്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു ട്രൈ പോലും ഉണ്ടാവില്ല. യെസ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താ വെച്ചാൽ, ബ്രാൻഡ് അവയർനെസ് ചെയ്ത ഒരു ബ്രാൻഡ് ഇനിഷ്യലി വരുന്ന കസ്റ്റമേഴ്സിന് അത്രയും ടേക്ക് കെയർ ചെയ്യണം, അത്രയും നല്ല സർവീസ് കൊടുക്കണം. സെലിബ്രിറ്റി ഇല്ലാതെ ഇപ്പം ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന മൈജി ആണെങ്കിൽ മോഹൻലാലും മഞ്ജു വാര്യറും ഉണ്ട്, ലക്ഷ്യയാണെങ്കിൽ മോഹൻലാലുണ്ട്, അങ്ങനെ പല പല ബ്രാൻഡുകളുണ്ട്. ഇതൊന്നും ഇല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ, അതായത് പലർക്കും സെലിബ്രിറ്റി അഫോർഡബിൾ അല്ല, അതിനെന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടോ? ബ്രാൻഡ് അഫിനിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിൽ
കണ്ടന്റ് ക്രിയേഷനിലൂടെ അഫിനിറ്റി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നല്ല ആളുകൾ സെർച്ച് ചെയ്യുന്ന, ഇപ്പം നമുക്ക് പണ്ട് ചെയ്യായിരുന്നല്ലോ ബ്ലോഗുകളൊക്കെ, വെബ്സൈറ്റ് ബ്ലോഗുകളൊക്കെ ക്രിയേറ്റ് ചെയ്യായിരുന്നു. ഇപ്പം നമുക്ക് വ്യക്തമായിട്ടൊരു ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ഒരു മാധ്യമം എന്ന് പറയുന്ന വീഡിയോ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പിന്നെ ആ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട്. ഇപ്പം മൊമെന്റ് മാർക്കറ്റിങ്ങിലൂടെ ഇപ്പോൾ അജ്മിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അവർ നമ്മുടെ അമുലിൻ്റെ ഒരു പാത്തിലാണ് അല്ലേ. അതായത് കറക്റ്റ് ആ ഒരു ബസ് എന്താണോ സോഷ്യൽ മീഡിയയിലുള്ളത് അതിനനുസരിച്ചുള്ള കണ്ടന്റ് വെച്ച് പുഷ് ചെയ്തിട്ട് മൊമെന്റ് മാർക്കറ്റിംഗ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്ന ബ്രാൻഡാണ്. നമ്മൾ കേരളത്തിലെ മൊമെന്റ് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ബ്രാൻഡ് അജ്മിയാണ്.